അപ്പം ഞാൻ ഇന്ന് എൻ്റെ കോളേജിലാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ചേട്ടനും കോളേജിൽ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെയാണ് പഠിച്ചത്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. സോ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വരുന്നത്. ഇടയ്ക്ക് വന്നിരിക്കാറൊക്കെ ഉണ്ട്, ഇപ്പം അങ്ങനെ തിരക്കൊക്കെ ആയിട്ട് വരാറില്ല. സോ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വരായിരുന്നു. മഹാരാജാസ് കോളേജ് ഞാൻ കുറേ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതപ്പം ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട്, ഞാനൊരു ഹീറോ ആയിട്ട് ഇതിലേക്കൂടെ അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, നടക്കുമായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് നടക്കാണ്ട് എവിടെ പോവാൻ. അപ്പം എന്താ പറയാ, എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മളെ സീനിയർ സ്റ്റുഡന്റിന്റെ കൂടെ നമ്മൾ പോവാണ്. എല്ലാ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒന്ന് മിസ്സാക്കി. 3 വർഷം ഇവിടെയായിരുന്നു. ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പഠിച്ച സ്ഥലം എല്ലാം കൂടെ കളിച്ചൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ചേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചു. കൊട്ടാരം പോലെ ഉണ്ട്. ശരിക്കും ഇത് പാലസ് ആയിരുന്നു. അതിനുശേഷം ആദ്യം സ്കൂളായിട്ട് വന്നു, ഹയർ സെക്കൻഡറി സ്കൂൾ വരെ വന്നു. ദെൻ അത് കഴിഞ്ഞ് ഇത് കോളേജാക്കി. മഹാരാജാസ്, അതാണ് ആ പേര്. മഹാരാജ നമ്മുടെ പാലസ് തന്നെ സ്കൂളാക്കി മാറ്റിയതാണ്. അവരുടെ തന്നെ സ്കൂളായി. ദെൻ അത് ഗവൺമെന്റിന് ഇങ്ങനെ ഒരുപാട് വർഷം പഴക്കമുള്ള ഇതാട്ടോ ലാബ്. കെമിസ്ട്രി ലാബ് പഠിച്ച ലാബ്. അതെ, ഇതാണ് നമ്മളെ അഞ്ചന പഠിച്ച ലാബ്. അതെ, ഞാൻ പഠിച്ച ലാബ്. ഒരു ലാസ്റ്റ് ഇയർ ഫുള്ളും ഈ ലാബിലായിരുന്നു. എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു എക്സാം ഒക്കെ. ലൈറ്റ്സ് ഒക്കെ ഇട്ടത് നമ്മളെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അതെ, അത് അന്നും ഇന്നും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. എനിക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റും. പിന്നെ നല്ലായിരിക്കും പരീക്ഷണം നടത്തിയ ജസ്റ്റ് ഒന്ന്. ഇവർക്ക് വേറെ ലാബ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ, അതുകൊണ്ട് അതിങ്ങനെ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇതൊന്നും നമുക്കൊക്കെ ഉണ്ടാവില്ല, പഠിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാവല്ലോ, ഒരു പ്ലേസ്. അവിടെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ഒരു പിന്നെ സൈഡില് ആ സൈഡ് പ്ലേസ് ആണ് എന്റെ എപ്പോഴും ബാക്ക് ബെഞ്ച്. ഞാൻ എന്താന്നറിയോ, ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ പോയി ഇരുന്നിട്ട് തിരിഞ്ഞിരുന്ന് സംസാരിക്കും. അതായിരുന്നു എന്റെ ശീലം. കാരണം അങ്ങനെ നമുക്ക് കുറച്ച് പിള്ളേരായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ഇയർ ഒക്കെ, ഇപ്പൊ 3rd ഇയർ ആണ് എനിക്ക് ഈ ലാബും ക്ലാസ് ഒക്കെ ഉണ്ടായത്. അപ്പൊ 3rd ഇയർ കുറച്ച് പിള്ളേരേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഫ്രണ്ടിലിരുന്നാലും ബാക്കിലിരുന്നാലും ഒക്കെ വ്യൂ കിട്ടാണ്ടിരിക്കാനുള്ള ബാക്കിലിരിക്കുന്നത്. അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. കുഞ്ഞു ക്ലാസ് റൂമാണ്. നമുക്ക് അടുത്ത് തന്നെ. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല, പേര് എഴുതി വെച്ചതായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മ. എന്റെ പ്ലേസ് ഇതായിരുന്നു എന്റെ പ്ലേസ്. സോ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇത് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് പെയിന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പെയിന്റിങ് അല്ലായിരുന്നു, ഇത് കോട്ടിങ് വന്നിട്ടുണ്ട്. ഞാനിപ്പോ 7 വർഷമായി ഇറങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത് നല്ല പ്രായമുണ്ട്. പിന്നെ പൊട്ടിയൊക്കെ അടിച്ചിങ്ങനെ രക്ഷപ്പെട്ടു പോകും. പിന്നെ എന്താ പറയാ, കുറെ കൈയൊക്കെ പൊള്ളിയിട്ടുള്ള സ്ഥലമാണ് ഇത്. എന്ന് വെച്ചാൽ നമുക്ക് വെപ്രാളം ഒരിക്കലും പെട്ടെന്ന് കിട്ടണം, എന്നാലാണ് ലാബിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ മിസ്സുമാർ വരുന്ന സമയത്ത് പഠിക്കാണ്ടൊക്കെ വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കൈയൊക്കെ പൊള്ളിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് പിന്നെ പല സാധനങ്ങളും ഇങ്ങനെ ഫ്യൂംസ് ഒക്കെ വരും, നമ്മൾ കറക്റ്റായിട്ട് എല്ലാം മിക്സ് ചെയ്യണമെങ്കിൽ. അങ്ങനെ കുറേ ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ്. പൈപ്പ് എന്താ, വെള്ളം എടുക്കാൻ. അതാണ് വെള്ളം എടുക്കാൻ നമുക്ക് എന്തെങ്കിലും മിക്സ് ചെയ്യണം, വാഷ് ചെയ്യണം, എല്ലാം നല്ല അക്യുറേറ്റ് ആയിട്ട് ചെയ്യണ്ടേ. അപ്പൊ അതെല്ലാം വെസൽസ് ഒക്കെ വാഷ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ് കണക്ഷൻ. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഈ ടേബിൾസിലൊക്കെ ഇരിക്കുന്നത് നോർമൽ ഡൈല്യൂട്ടഡ് സൊല്യൂഷൻസ് ആണല്ലേ. അത് അതിന്റെ ഉള്ളിലായിരുന്നു നേരത്തെ പ്ലേസ് ചെയ്തിരുന്ന ആ ഒരു ഇതിന്റെ ഉള്ളിൽ അതൊക്കെ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെന്നെടുക്കാം. പിന്നെ സൈഡിലും കുറെ കോമൺലി വെച്ചിരിക്കുന്ന ഇതൊക്കെ ഉണ്ടാവും, സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അകത്തുനിന്ന് ഭയങ്കര എന്താ പറയുക, സീനായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ അകത്തുനിന്ന് നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് ഉണ്ടാവും. ചേട്ടൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തു തരും. സോൾട്ടൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ എടുത്തു തരും. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. സാർ ഇപ്പൊ ക്ലാസ്സിൽ എൻ്റെ ഒരു സാർ ഉണ്ടായിരുന്നു, റെജിമോൻ സാർ. അപ്പോൾ സാർ ഇപ്പൊ ക്ലാസ് റൂമിലാന്നാ പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഇവിടെ കാണുവാണെങ്കിൽ. ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പുള്ളിനെ വിളിക്കാം. അയ്യോ, എന്തിനാണ് ക്ലാസ് ഓർമ്മ ഡെഫിനറ്റ്ലി കാണും. സാർമാരൊക്കെ ഈ കുരുത്തം കെട്ട ആൾക്കാരെയൊക്കെ നന്നായി ഓർമ്മിക്കുക, അല്ലാതെ പഠിപ്പിച്ചുകൾ ആരും ഓർമ്മിക്കില്ല.
അതപ്പോ നമുക്ക് ഇവിടെ കുരുത്തം കിട്ടതാണോ പഠിപ്പിച്ചാണോ നമുക്ക് റജി സാർ ഞാൻ തന്നെ പറയാം കോഴ്സ് നല്ല കുരുത്തം കേട്ടതായിരുന്നു. സാറിന് എന്തായാലും അറിയാനുണ്ടാവും, നമുക്ക് നോക്കാം. പറയാനുള്ളത് എന്താ പറയാനുള്ളത്? ഈ സ്റ്റെപ്പ് ഒക്കെ കയറുമ്പോ എന്തൊക്കെയാ ഓർമ്മ വരുന്നത്? അയ്യോ എന്തൊക്കെയാ ഓർമ്മ വരാത്തത്, എല്ലാം ഓർമ്മ വരുന്നുണ്ട്. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. പ്രപ്പോസൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? പ്രപ്പോസൽസ് ഒക്കെ കോളേജല്ലേ, പ്രപ്പോസലൊക്കെ കിട്ടിയിട്ടുണ്ട്. അവോയ്ഡ് അല്ലേ? ജസ്റ്റ് അവോയ്ഡ് അങ്ങനെയല്ല, അത് പ്രപ്പോസൽ അതിനല്ലല്ലോ, കൂടുതലും നമുക്ക് ഫ്രണ്ട്ഷിപ്പാണ്. ഇവിടെ നിന്ന് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ലൈഫ് ലോങ് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളവരുണ്ട്. ലൈഫ് ലോങ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നവരാണ് എനിക്ക് ഇവിടെ നിന്ന് ഗെയിൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ആൻഡ് എന്താ പറയുക, ലൈഫിൽ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു സ്ട്രോങ്നെസ് അറിയാണ്ട് ഈ കോളേജ് തന്നിട്ടുണ്ട് എനിക്ക്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഇത്ര എക്സ്പോഷർ, കാരണം ഇത്ര ആൾക്കാരെ കണ്ട് എക്സ്പോഷർ കിട്ടിയൊരു കോളേജാണ്. തല്ല് പിടിച്ചിട്ടുണ്ടോ ഇവിടുന്ന്? ഓഫ് കോഴ്സ് തല്ലുപിടി എല്ലാം ഉണ്ടായിരുന്നു. കോളേജിൽ വന്ന് പേടിച്ച് വിറച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഭയങ്കര പേടിയായിരുന്നു പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി. കാരണം പെട്ടെന്ന് ഒരു എക്സ്പോഷറൊക്കെ കിട്ടി ഒരുപാട് പേരൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര പേടിച്ച് ഇരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ അപ്പൊ കിട്ടിയ കുഞ്ഞു കുട്ടി ടാസ്ക് എന്നേ റാഗിങ് എന്ന് പറയാൻ പറ്റില്ല. പാട്ട് പഠിക്കുക, ഡാൻസ് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ കുട്ടി സാധനങ്ങളൊക്കെ. അതൊക്കെ കുറച്ചും കൂടെ നമ്മളെ എന്താ പറയുക, ഒരു ആൾക്കാരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി എന്നെ പഠിപ്പിച്ചു എന്ന് പറയാം. മറ്റേത് ഞാൻ ഭയങ്കര പേടിയായിരുന്നു രണ്ടാളെ കൂടുതൽ കാണുമ്പോൾ. പക്ഷെ ഇത് അതിനൊക്കെ എന്നെ പ്രിപ്പയർ ആക്കി. വെച്ചാൽ ഇപ്പം പറയുന്ന പോലത്തെ ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള റാഗിങ് ഒന്നുമല്ല, ജസ്റ്റ് കുഞ്ഞു സാധനങ്ങൾ അതെന്നെ സ്ട്രോങ് ആക്കി. ഞങ്ങൾ സ്പെഷ്യലി ചേച്ചീനെ ടാഗ് ചെയ്യാം. മൈക്കൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ വീഡിയോ തുടങ്ങിയാ ഞാൻ തോന്നിയതൊക്കെ ഞാൻ പറയും. ചേച്ചിക്ക് മൈക്ക് അത്യാവശ്യമാണ്, മൈക്ക് എന്തായാലും എടുക്കാൻ പറ്റട്ടെ. അതെ, മൈക്ക് എടുക്കണം. അല്ലാണ്ടും വീഡിയോസ് ഒക്കെ നല്ല രസമാണ്. ചേച്ചി അവരായിട്ട് ഇപ്പൊ നിങ്ങൾ 3 പേരായിട്ടല്ലേ ചെയ്യാറ് എപ്പോഴും? പിന്നെ മോള് 4 പേരുണ്ടല്ലോ, മോളുണ്ട്. ഡാൻസ് കളിക്കുന്ന 3 പേര് കൂടി. ഇവരെല്ലാരും കൂടെ അടിപൊളി വൈബാണ്. ഞങ്ങള് മനസ്സിലായില്ല എനിക്ക് ഞാൻ കാണാറുണ്ട്, വീഡിയോ കാണാറുണ്ട്. ആൾക്ക് മനസ്സിലായി. അങ്ങനെ നടക്കട്ടെ അല്ലേ? നടക്കട്ടെ, അവരുടെ പണി നടക്കട്ടെ. ചേച്ചി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണത്തിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു, കൊറേയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ സീരിയലിലെ ഷൂട്ടൊന്നും ആയിട്ടില്ല. ഞങ്ങൾ അമ്പലത്തിൽ പോയത് രാവിലെ. ശരി പോട്ടെ, ബൈ ബൈ ബൈ. ആ പറ. എങ്ങനെയുണ്ടായി? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാരണം കോളേജ് കണ്ടു, പിന്നെ അമ്പലത്തിൽ പോയി, ഒക്കെ പുതിയ സംഭവങ്ങള്, കുറെ കാര്യങ്ങൾ കാണാൻ പറ്റി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിന്റെ പുറത്തു കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലൊന്ന് കയറണം. അതപ്പം പിന്നെ ആരെങ്കിലും ഇല്ലാതെ നമുക്ക് കയറാനും പറ്റത്തില്ല, ഒരു പേടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ സീനിയർ ഒരു സ്റ്റുഡന്റ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ എന്താ പറയാ, കയറാൻ പറ്റി. കുറച്ച് ആൾക്കാരെ ഇവിടുന്ന് പരിചയപ്പെടാൻ പറ്റി, ടീച്ചേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. കുറച്ചു പേർക്കൊക്കെ അറിയാൻ പറ്റി നമ്മളെ, നമ്മുടെ സീരിയലിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആണല്ലേ, നമ്മളെ സീരിയലും പിള്ളേർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവർ ഒരുപാട് പേര് കാണില്ല, പക്ഷെ ഒരുപാട് പേർക്ക് മനസ്സിലായി. ആൻഡ് അവരൊരു ക്യാഷ്വൽ ആയിട്ട് സുഖാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഓൾ ടുഗെദർ എന്താ ലൈക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഡേ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, അടിപൊളി. എന്താ
ചേട്ടൻ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കോളേജിന്റെ ഭയങ്കര ഫീൽ. നല്ല എന്താ പറയാ, ഇത്രയും നല്ല നഗരത്തിന്റെ നടുവിൽ ഇങ്ങനെ കുറെ മരങ്ങളും അല്ലെ കുറെ സ്പേസ് ഒക്കെ ആയിട്ടുള്ള ഒരു കോളേജ് അല്ലേ. അതിന്റെ ബിൽഡിംഗ് ആണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് ചിലപ്പോ പോയി ഞാൻ ഫ്രണ്ട്സ് ഇല്ലാണ്ട് പോലും ചിലപ്പോ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്. കാരണം എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താ സംഭവം? ഈ റോയൽ കോർണർ ഇതിന്റെ മേലെ ഡിപ്പാർട്ട്മെന്റ് ആണ് റോയൽ കോർണർ. ഈ ഒരു സ്പേസിന് നമ്മൾ റോയൽ കോർണർ എന്നാ പറയാം. അങ്ങനെ ഓരോരോ സ്പേസിന് ഓരോരോ പേരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് അത്രേ ഉള്ളൂ. പിന്നെ ആ കുളത്തിന്റെ പേരില്ലല്ലോ, പിള്ളേച്ചൻ കുളം. അത് ഒരു ചേട്ടൻ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് പോണ വഴി മരിച്ചുപോയി. അപ്പൊ ആ ഏട്ടന്റെ പേരാണ് ആ കുളത്തിന് ഇട്ടത്. അങ്ങനെ പിന്നെ നമ്മുടെ സെന്ററിൽ മാലാകക്കുളം ഉണ്ട്. അത് ഒരു മാലാക ഇരിക്കില്ല, ഒരു ക്യൂട്ട് മാലാക. അതുള്ളത് കൊണ്ട് അങ്ങനെ കുളത്തിലാണോ നിങ്ങൾ പോയി കുളിക്കാറുള്ളത്? അത് സെന്ററിലുള്ള കുളം. അങ്ങനെയൊക്കെ നല്ല വൈബാണ്. അപ്പൊ എന്തായാലും സനലേട്ടൻ നമ്മളിവിടെ ഹാപ്പി ആണെന്നാണ് പറയണത്. അപ്പൊ പിന്നെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒഫീഷ്യലായിട്ട് ഒരു താങ്ക്സ് പറയാണ്. കാരണം ഇത്രയും തിരക്കുള്ള ഒരാള് നമ്മൾ വിളിച്ചപ്പോ തന്നെ ഓക്കെ കൊച്ചിയിലുണ്ട്, ഞാനൊരു ഇപ്പൊ ഇത്രയും നേരമായി, നമ്മളെന്തോ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ് അമ്പലത്തിൽ പോയിട്ട്. ഒരുപാട് നേരമായി. പക്ഷെ പുള്ളി എൻജോയ് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് വരാൻ കാണിച്ച മനസ്സിന് ഞാൻ താങ്ക്സ് പറയാണ്. നമ്മളെ ഒരു ഡിയറസ്റ്റ് കുട്ടിയാണ് അഞ്ജന മോഹൻ. അപ്പം അങ്ങനെ ഒന്നും പറയരുത്, ഒഫീഷ്യലി പറഞ്ഞാണ്. ഞാൻ പറയും ഞങ്ങള് ഭയങ്കര കമ്പനി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പറയും. പക്ഷെ സ്റ്റിൽ ചില എന്താ പറയാ, എല്ലാവർക്കും അവരവരുടെ സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെക്കാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. താങ്ക്സ്ഫുള്ളിനേക്കാളും കൂടുതൽ അങ്ങനെ നമ്മളൊരാള് അത്രയും മനസ്സിൽ കൺസിഡർ ചെയ്യുന്നുള്ളത് ഓർത്തിട്ട് നല്ല സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തന്നോടും താങ്ക്സ് പറയാനുണ്ട്. കാരണം താൻ എന്നോട് താങ്ക്സ് പറഞ്ഞ സ്ഥിതിക്ക്, കാരണം ഞാൻ എറണാകുളത്തപ്പനെ കണ്ടിട്ടില്ല, അതേ മഹാരാജാസ് കോളേജിൽ കാണാൻ പറ്റി. അപ്പോൾ ഞാൻ രണ്ടും ഇതൊക്കെ വിചാരിച്ച കാര്യങ്ങളാണ്. ഇനി അടുത്ത നമുക്ക് പരിപാടി ഏതായിരുന്നു, എന്താ പറയാ, വേറൊരു തൃപ്പൂണിത്തുറ അല്ലേ? ഇനി നെക്സ്റ്റ് തൃപ്പൂണിത്തുറ. ഇനി ചേട്ടൻ കൊച്ചിയിൽ വരുമ്പോ ഞങ്ങൾ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പോകും. പിന്നെ ഞാൻ കോഴിക്കോട് പോകുന്നുണ്ട്, ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യും. കുറെ ഫുഡൊക്കെ ഉണ്ടെന്നാ പറയണേ. സോ ഞങ്ങള് അവിടെയും പോകാൻ തീരുമാനിച്ചു. പറയല്ല, ഉള്ളതാണ്. നമുക്ക് ഒരു കോഴിക്കോട് അടിപൊളി വ്ളോഗ് ഇതിന് പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് പേരെയും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ നിന്നതിന് ഞങ്ങൾ നിങ്ങളോട് കൂടെ താങ്ക്സ് പറയാണ്. ബൈ.